Mesmerizing wedding collection. Tejaswini by Chungat Jewelry. അശാസ്ത്രീയമായി ടൗണിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെ വ്യാപാരികളുടെ വൻ പ്രതിഷേധം. അങ്കമാലി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളെയോ വ്യാപാരികളെയോ കേൾക്കാതെ ട്രാഫിക് അഡ്വൈസറി ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗതാഗത വകുപ്പ് നടപ്പിലാക്കിയ പരിഷ്കാരം അംഗീകരിക്കാവുന്നതല്ലെന്നും ഈ പരിഷ്കാരം തുഗ്ലക്ക് പരിഷ്കാരമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും വ്യാപാരി പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നഗരസഭാ മാർക്കറ്റിലേക്കും പീച്ചാനിക്കാട് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ടൗൺ ചുറ്റി ബാങ്ക് ജംഗ്ഷനിൽ U-ടേൺ തിരിഞ്ഞു വരേണ്ടതും അങ്ങാടിക്കടവ് ഭാഗത്തു നിന്നും ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പ്രസ്തുത സിഗ്നലിൽ നിന്ന് ഇടത് തിരിഞ്ഞ് കോതകുളങ്ങര അണ്ടർപാസ് വഴി ടൗണിലേക്ക് പോകണമെന്നതുമാണ് പുതിയ പരിഷ്കാരം. ഇത് നടപ്പിലാക്കുന്നത് ഗതാഗതക്കുരുക്ക് കൂടുതൽ സങ്കീർണമാക്കുന്നതും പൊതുജനങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടാക്കുന്നതുമാണെന്ന് വ്യാപാരി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു ട്രാഫിക് പരിഷ്കാരം ആവശ്യമാണെന്ന് എപ്പോഴും എന്നും മുറവിളി കൂട്ടിയിട്ടുള്ളത് ഈ വ്യാപാരികൾ തന്നെയാണ്. ഒരു ബൈപ്പാസിന് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയൊക്കെ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാം, പാർക്കിംഗ് ഏതെല്ലാം രീതിയിൽ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതും അതിനുവേണ്ടി പരിഹാരം കണ്ടെത്താനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളതും വ്യാപാരികൾ തന്നെയാണ് ഞാൻ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആലുവ റോഡിലും തൃശ്ശൂർ റോഡിലും മാർക്കറ്റ് റോഡിലും പേ ആൻഡ് പാർക്കുകൾ തുടങ്ങിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയെയും ഇവിടുത്തെ പൊതുജനങ്ങളെ സഹായിക്കുന്നതിനുള്ള പേ ആൻഡ് പാർക്കുകൾ തുടങ്ങിക്കൊണ്ട് അവിടെ കൊടുക്കുന്ന തുക നമ്മുടെ വ്യാപാരികളിൽ നിന്ന് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം പോലും ഏർപ്പെടുത്തിയത് ഇവിടുത്തെ വ്യാപാരികളാണ്. ആ നിലയിൽ പാർക്കിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വ്യാപാരികൾ മുന്നോട്ട് വരുമ്പോഴും ഇപ്പോൾ ഇവിടെ ചില കെട്ടിടങ്ങൾ പാർക്കിംഗ് ഇല്ലാതെ അവരുടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സംവിധാനം ഉണ്ടാകുന്നത്? ഇവിടെ ഒരു മുനിസിപ്പൽ ഭരണസമിതി ഇല്ലേ? ഈ രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഇല്ലാത്ത കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഒരിക്കലും അവർക്ക് ലൈസൻസ് കൊടുക്കാനോ അവർക്ക് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാനോ നിങ്ങളുടെ ഒന്നും കാലം പിടിക്കാൻ ഞങ്ങൾ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. ആ നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നു? അത് പിൻവാതിലിലൂടെ ആ രീതിയിലുള്ള അനുവാദങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യാപാരികളുടെ പൊതുജനങ്ങളും അതിന് ഉത്തരവാദികളല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, ജനപ്രതിനിധികൾ അറിഞ്ഞിട്ടില്ല, പൊതുപ്രവർത്തകർ അറിഞ്ഞിട്ടില്ല, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. അവിടെ ആലോചിക്കണം. അവിടെ ഞങ്ങളുടെ വ്യാപാരികളുടെ പ്രതിനിധികളുണ്ടാവും, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആളുകളുണ്ടാവും. അങ്ങനെ പൊതുപ്രവർത്തകരൊക്കെ കൂടി ആലോചിച്ച് അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ മനസ്സിലാക്കി ആണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്, ട്രഷറർ ഡെന്നി പോൾ, മറ്റു ഭാരവാഹികളായ തോമസ് കുര്യാക്കോസ്, ബിനു തരിയൻ, ബിജു കോറാട്ടുകുടി, ജോബി ജോസ് ചിറക്കൽ, അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ EP സാമുവൽ, ഫ്രാൻസിസ് തച്ചിൽ, നിക്സൺ മാവേലി, ഡാൻഡി ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് റോജിൻ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. എത്രയും വേഗം അശാസ്ത്രീയമായ പരിഷ്കാരം പിൻവലിച്ച് ഗതാഗത കുരുക്കിന് പ്രായോഗികമായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം.